സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ സാർ, ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് സ്പെയിനിലേക്ക് കുറച്ച് അഭയാർത്ഥികൾ ഇങ്ങനെ വരുന്നതും അങ്ങനെയുള്ള ഒരു കൂട്ടത്തോടെയുള്ള ഒരു പലായനവും ഒക്കെ നമ്മൾ കണ്ടു. വല്ലാത്ത ഒരു അഭയാർത്ഥികളുടെ കൂട്ടം തന്നെയായിരുന്നു. അതിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു ആ വാർത്ത വന്നിട്ട്. സർ, ശരിക്കും അതൊരു വല്ലാത്ത പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ ഈ പ്രതിസന്ധിയുടെ ശരിക്കുള്ള ആഴം വർദ്ധിപ്പിച്ചത് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നുകൊണ്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ അതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു അപ്ഡേഷൻ, ഏറ്റവും പുതിയ അപ്ഡേഷൻ? ഈപ്പദാസ് പറഞ്ഞത് ഈ 3 ദിവസം മുമ്പ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു. അതായത് 60,000-ഓളം നുഴഞ്ഞുകയറ്റക്കാരൻ, ഞാൻ അഭയാർത്ഥി എന്ന വാക്ക് ഞാൻ പ്രയോഗിക്കുന്നില്ല, നുഴഞ്ഞുകയറ്റക്കാരൻ മൊറോക്കോ എന്ന രാജ്യത്തിൽ നിന്നും സ്പെയിന്റെ ഭാഗമായിട്ടുള്ള സിയൂട്ട എന്ന മൊറോക്കോയോട് ചേർന്ന് കിടക്കുന്ന ഒരു ലാൻഡ് മാസ് ഉണ്ട്, ഒരു കരഭാഗമുണ്ട്. അവിടെ എത്തുകയും അവിടെ നിന്ന് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞാൽ ജിബ്രാൾട്ടർ കടലിടുക്ക് നീന്തി ഇപ്പുറത്തെ സ്പെയിനിലേക്ക് വരികയും ഒക്കെ ചെയ്തു. കുറെ വന്നവരെയൊക്കെ തന്നെ അവർ തിരിച്ചയച്ചു. ഇതിപ്പോ സത്യത്തില് ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നടന്ന സംഭവമൊന്നും അല്ല. ഇത് വർഷങ്ങളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊറോക്കോക്കാര് അനധികൃത കുടിയേറ്റം സ്പെയിനിലേക്ക് ആദ്യം എത്തും. സ്പെയിനിലെ ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന വിശാലമായ ഒരു ഭൂവിഭാഗത്തിന്റെ ഭാഗമാണ് സ്പെയിൻ. അതായത് സ്പെയിൻ എന്നുള്ള ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് നിസ്സാരമായിട്ട് കയറാം, അടുത്ത യൂറോപ്യൻ രാജ്യത്തേക്ക്. അങ്ങനെ ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ തന്നെ ഈ നുഴഞ്ഞുകയറ്റക്കാർ ചെന്നിട്ട് അവരവിടെ താമസം ഉറപ്പിക്കും. മൊറോക്കോ എന്നത് പഴയ ഫ്രഞ്ച് കോളനിയും അതുപോലെ ചില ഭാഗങ്ങളിൽ സ്പെയിന്റെ കോളനിയുമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആൾക്കാര് അവർക്ക് പല ആൾക്കാർക്കും മൊറോക്കോക്കാർക്ക് സ്പാനിഷ് അറിയാം. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവം, ഈ മൊറോക്കോ എന്നത് നോർത്ത് ആഫ്രിക്കൻ കൺട്രിയാണ്, വടക്കേ ആഫ്രിക്കയുടെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ചിലരുടെയെങ്കിലും മനസ്സിലൊരു തോന്നലുണ്ടാവും, ആഫ്രിക്ക എന്ന് പറയുമ്പോൾ കറുത്ത ആൾക്കാരുടെ. അങ്ങനല്ല. ഈ നോർത്ത് ആഫ്രിക്കയിൽ മുഴുവൻ വെള്ളക്കാരെ പോലുള്ള വെളുത്ത ആൾക്കാരാണ്. മൊറോക്കൻ സ്ത്രീകളാണ് ഗൾഫിൽ മുഴുവൻ ഈ ബെല്ലി ഡാൻസ് എന്നുള്ള ഒരു ഡാൻസ് ഉണ്ടല്ലോ, യുവദാസ് കേട്ടിട്ടുണ്ടാവുമല്ലോ ബെല്ലി ഡാൻസ്. ഈ ബെല്ലി ഡാൻസ് കളിക്കുന്ന മുഴുവൻ മൊറോക്കോക്കാരാണ്. അത് നമുക്ക് പലപ്പോഴും ചിരി വരും. ഇവര് പർദ്ദയൊക്കെ ഇട്ട് ഈ ഡാൻസ് സ്റ്റേജിലോട്ട് വരുന്നിടം വരെ പർദ്ദയൊക്കെ ഇട്ട് വരും. സ്റ്റേജിൽ വന്നാല് പർദ്ദയൊക്കെ ഊരിക്കളഞ്ഞിട്ട് പിന്നെ ആ ഒരു പ്രത്യേക അതിലോലമായ വസ്ത്രം ധരിച്ചിട്ട് ഡാൻസ് ചെയ്യും. അതിന് പ്രശ്നമൊന്നുമില്ല. സ്റ്റേജിൽ കയറി ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഇതേ വ്യക്തി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പർദ്ദ ഇട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് സ്വഭാവ വൈരുദ്ധ്യങ്ങൾ അവർ കാണിക്കും. അത് പോട്ടെ, അത് വേറൊരു വിഷയമാണ്. അപ്പോ ഈ മൊറോക്കോയിലെ വലിയ തൊഴിലില്ലായ്മയാണ്. മൊറോക്കോയിൽ ഏതാണ്ട് 100 പേരിലെ ചെറുപ്പക്കാരിലെ ഒരു 25 വയസ്സിന് താഴെയുള്ളവരുടെ, 25 എനിക്കൊന്ന് 27 അങ്ങാണ്ട് വയസ്സിന് താഴെയുള്ളവരുടെ കാര്യം എടുത്താൽ അതില് 40% ഒരു തൊഴിലും കിട്ടാത്തവരാ. കിട്ടുന്ന തന്നെ വളരെ കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലുള്ളൂ. അപ്പൊ അവിടെ രൂക്ഷമായ തൊഴിലില്ലായ്മയാണ്. അതിനാൽ അവിടുന്ന് യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിക്കും. ഇവർ കാഴ്ചയിൽ യൂറോപ്യന്മാരെ പോലെ തന്നെയാണ്, ഒരു വലിയ വ്യത്യാസം. ഇപ്പൊ സ്പാനിഷ് ആൾക്കാരെയും മൊറോക്കൻസിനെയും കണ്ടാൽ മിക്കവാറും ഒരുപോലെ ഇരിക്കും. മൊറോക്കോയുടെ വലിയ സ്പോർട്സ് താരങ്ങളൊക്കെ പലപ്പോഴും യൂറോപ്പില് അവർക്ക് പൗരത്വമൊക്കെ കിട്ടും. ഇപ്പം പലർക്കും അറിയാമായിരിക്കും, ഫ്രഞ്ച് ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനും ഗോൾഡ് ബൂട്ടും ഒക്കെ കിട്ടിയ സിരിഡൈൻ സിദാൻ, അദ്ദേഹം ഇതേപോലെ മൊറോക്കോയോ ടുണീഷ്യോ ഏതോ ഒരു രാജ്യത്തിന്റെ, മൊറോക്കോ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, മൊറോക്കനാണ് അദ്ദേഹം. അതുപോലെ തന്നെ കിക്ക് ബോക്സിംഗിലെ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കിക്ക് ബോക്സിംഗ് താരമുണ്ട്, ഹെവി വെയിറ്റ് കാറ്റഗറിയിലുള്ള ബദർ ഹരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ബദർ ഹരിയും മൊറോക്കോക്കാരനാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയ സ്പോർട്സ് താരങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് മൊറോക്കോ. പക്ഷെ ഇപ്പൊ സംഭവിച്ചത്, ഈ നുഴഞ്ഞുകയറ്റത്തിന്റെ പിന്നില്, ഞാനൊരു പശ്ചാത്തലമായിട്ട് ഇത് പറഞ്ഞു എന്നുള്ളത്, ഈ നുഴഞ്ഞുകയറ്റത്തിന്റെ പിന്നില് അമേരിക്കയും ഇസ്രായേലും ആണ്
ഇപ്പോൾ ഉള്ള ആ, സ്പെയിനിന്റെ അതിശക്തമായ ഒരു ആരോപണം. എന്താ ഇതിന്റെ കാര്യം? സ്പെയിന് മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോ കുടിയേറ്റത്തിനെതിരെ കർശനമായ നിലപാടെടുത്തിരിക്കുകയാണ്. അതായത് അനധികൃത കുടിയേറ്റക്കാര് ഈ പറയുന്ന വടക്കേ ആഫ്രിക്കയിലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് യൂറോപ്പിൽ സ്വാഗതമില്ല. യൂറോപ്പിൽ അവര് യു ആർ നോട്ട് വെൽക്കം ഇൻ യൂറോപ്പ് എന്നാണ് അവരോടുള്ള സമീപനം. ഇവിടെ ഒരു വ്യത്യസ്ത നിലപാടെടുത്തത് സ്പെയിനാണ്. സ്പെയിന് ഈ വിഷയത്തിൽ കുടിയേറ്റക്കാരോട് അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരോട് വളരെ അനുഭാവപൂർണമായ സമീപനമാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ്, ഒരു 1.5 മാസത്തിന് മുമ്പ് സ്പെയിന് 5 ലക്ഷം ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം കൊടുത്തു. ഇതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. ഇത് ഇസ്രായേലും അമേരിക്കയും ഒക്കെ അതുപോലെ തന്നെ മറ്റൊരു വിഷയം അതുകൂടെ ഞാൻ പറയാം. അതായത് ഇസ്രായേലിന് അമേരിക്കയ്ക്ക് ഇവരോടുള്ള ദേഷ്യം, ഈ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾക്കുള്ള ദേഷ്യം, ഈ നുഴഞ്ഞുകയറ്റക്കാരോടുള്ള അനുഭാവം, ഇസ്രായേലിന്റെ ഉള്ള ദേഷ്യം അതല്ല. ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനെ അതിനിശിതമായിട്ട് വിമർശിച്ച രാജ്യമാണ് സ്പെയിൻ. അതുപോലെ വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമൊക്കെ ഇസ്രായേലിന്റെ ആധിപത്യം അതിശക്തമായിട്ട് എതിർത്തു. അപ്പൊ തിരിച്ച് ഇസ്രായേൽ ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ മൊറോക്കോയുടെ ചേർന്ന് കിടക്കുന്ന ഒരു ഭൂവിഭാഗമാണ്, ഞാൻ ആദ്യം പറഞ്ഞു സിയൂട്ട. ഈ സിയൂട്ട എന്നൊരു പ്രദേശം ഫ്രാൻസ് പിന്നെ സ്പെയിനിൽ നിന്ന് കഴിഞ്ഞിട്ട് മെഡിറ്ററേനിയൻ കടലിന്റെ ഭാഗമായിട്ടുള്ള ജിബ്രാൾട്ടർ കടലിടുക്ക്, ആ ജിബ്രാൾട്ടർ കടലിടുക്ക് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ആഫ്രിക്കയിൽ എത്തുമ്പോഴാണ് ഈ സിയൂട്ട എന്ന് പറയുന്ന ഒരു നഗരം. ആ നഗരം എന്തിനാണ് നിങ്ങൾ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ഗാസ ഞങ്ങളുടെ പിന്നെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ്, അത് ഞങ്ങളുടെ ഭൂമിയാണ്. പക്ഷെ നിങ്ങളുടെ രാജ്യത്തോട് ചേർന്ന് കിടക്കാതെ കടലും കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് പോയി നിങ്ങളൊരു പണ്ട് കോളനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പോഴും കൈവശം വെച്ചു. എന്നിട്ട് ഞങ്ങളെ ഉപദേശിക്കാൻ പറഞ്ഞു. ആദ്യം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ സിയൂട്ട എന്ന ഈ ഭൂവിഭാഗത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ മൊറോക്കോ മുസ്ലിം രാജ്യമാണെങ്കിലും ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ഇസ്രായേലും മൊറോക്കോയും തമ്മിൽ നയതന്ത്ര ബന്ധം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ സ്പെയിനിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ളത് ഇസ്രായേലിനും ഒരാവശ്യം. അപ്പോ ഈ ഞാൻ പറഞ്ഞാൽ ഒരു 1.5 മാസത്തിന് മുമ്പ് 5 ലക്ഷം പേർക്ക് പൗരത്വം കൊടുത്തു എന്നുള്ള ഒരു വസ്തുത. അതിനുശേഷം മൊറോക്കോയുടെ സുപ്രീം കോടതി, പരമാധികാര കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. അതായത് കടലിലൂടെ നീന്തി വരുന്നവരെ ഡ്യൂ പ്രോസസ്സിലൂടെ അല്ലാതെ ചുമ്മാതെ പുറത്താക്കാൻ പാടില്ല. അതിന്റെ കാരണം മൊറോക്കോയുടെയും സ്പെയിനിന്റെയും ഇടയ്ക്കുള്ള ഈ ജിബ്രാൾട്ടർ കടലിടുക്ക്, അവിടെ ഇത് മാർക്ക് ചെയ്തിട്ടില്ല അതിർത്തി. അപ്പൊ എങ്ങനെ വരുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും? സ്വാഭാവികമായിട്ടും അവർ ഇപ്പുറത്തോട്ട് കയറി വരും. അങ്ങനെ കയറി വരുന്നവരെ പുറത്താക്കണമെങ്കിൽ പോലീസ് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്യണം എന്നൊരു കോടതി വിധിയുണ്ട്. അപ്പോ ഈ 5 ലക്ഷം പേർക്ക് പൗരത്വം കൊടുത്ത സംഭവം ഈ കോടതി വിധിയും ദുർവ്യാഖ്യാനം ചെയ്ത് മൊറോക്കോയിൽ പ്രചരിപ്പിച്ചു. അപ്പൊ മൊറോക്കോയിലെ ചെറുപ്പക്കാരൊക്കെ വിചാരിച്ചു ഈ സ്പെയിനിലോട്ട് ഇടിച്ചു കയറിയാൽ പിന്നെ തിരിച്ചു വിടത്തില്ല, ഇവിടെ അങ്ങ് താമസിക്കാമെന്ന് വിചാരിച്ചു. ഏതെങ്കിലും സ്പാനിഷ് പെണ്ണുങ്ങളെയൊക്കെ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ തട്ടിയെടുത്ത് എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ കൂടാം എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് ഇവർ കയറി. ഈ മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ അവിടെ നടത്തിയത് ഇസ്രായേലും അമേരിക്കയുമാണെന്നാണ് ഇപ്പോ മൊറോക്കോ ആരോപിക്കുന്നത്. ഈ ട്രംപിനും വലിയ ദേഷ്യമുണ്ട് ഈ സ്പെയിനിനോട്. കാരണം സ്പെയിനിന്റെ ഇപ്പോഴത്തെ ഭരണകൂടം ട്രംപിനെ വളരെ നിശിതമായിട്ട് ഈ കുടിയേറ്റ നിയമങ്ങളുടെ കാര്യത്തിലൊക്കെ വിമർശിക്കുകയും അതുപോലെ തന്നെ ട്രംപിന്റെ ഇരട്ടത്താപ്പിനും ട്രംപ് എന്ന നേതാവിന്റെ വ്യക്തിത്വത്തെയും ഒക്കെ വലിയ രീതിയിൽ അപഹസിക്കുകയും ഒക്കെ ചെയ്ത ഒരു രാജ്യമാണ്, അല്ലെ ഒരു ഭരണകൂടമാണ് ഇപ്പോൾ സ്പെയിനിലുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പലർക്കും സ്പെയിനിനൊരു പണി കൊടുത്താൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതവര് വളരെ ബുദ്ധിപൂർവ്വം മൊറോക്കോക്കാരെ ഇളക്കി വിട്ട് അവര് കൂട്ടത്തോടെ ഇപ്പുറത്തെത്തി അവര് ഇവിടെ വന്ന് കുടിയേറി. അവസാനം ഇത് വലിയ പ്രശ്നമാണ്. തൽക്കാലം ഈ നീന്തി കയറി വന്ന ആൾക്കാരെ പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ വീണ്ടും ആൾക്കാർ നീന്തി കയറാൻ സാധ്യതയുണ്ട്. ഈ കടലിടുക്കിലൂടെയുള്ള നീന്തൽ എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇത് അത്ര വലിയ ദൂരമുള്ള, അതായത് ഈ
സിയൂട്ട എന്ന് പറയുന്ന സ്ഥലവും മൊറോക്കോയുടെ അതിർത്തിയുമായിട്ട് വെറും 1 കിലോമീറ്റർ താഴെ മാത്രം വിടുത്തുള്ള ചില ഒന്നോ രണ്ടോ സ്ഥലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. 1.5 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഭാഗമുണ്ട് ഈ ജിബ്രാൾട്ടർ കടലിടുക്കില്. അതുവഴിയാണ് ഇവർ നീന്തുന്നത്. അപ്പൊ നീന്തിയിട്ട് അവർ ഇപ്പുറത്ത് കയറി കഴിഞ്ഞാൽ അവരെ അങ്ങനെ പെട്ടെന്ന് ഓടിച്ചു വിടാൻ പറ്റത്തില്ല. അപ്പോ പ്രത്യേകിച്ച് തീർത്തും ജുവനൈലായിട്ടുള്ള ആൾക്കാരെയൊക്കെ കടത്തി തിരിച്ചുവിടുന്നതിന് യൂറോപ്യൻ യൂണിയന്റെ ചില നിയമങ്ങളുണ്ട്. ഇപ്പൊ തൽക്കാലം യൂറോപ്പ് ചെയ്തിരിക്കുന്നത് സ്പെയിനുമായിട്ട് ഇറ്റലിയുടെ ഒക്കെ അതിർത്തി അവർ ശക്തമായിട്ട് അടച്ചു കഴിഞ്ഞു. പിന്നെ ഷെങ്കൻ വിസ എന്ന് പറയുന്ന ഒരു വിസയിലാണ് ഷെങ്കൻ വിസ എന്ന ആ വിസ കിട്ടിയാൽ നമുക്ക് ഏത് യൂറോപ്യൻ രാജ്യത്തിലും ചെല്ലാം. പക്ഷെ അത് തൽക്കാലത്തേക്ക് അത്തരം വിസയില് സ്പെയിനിൽ നിന്ന് വരുന്നവർക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രവേശനം 1 മാസത്തേക്ക് നിഷേധിച്ചുകൊണ്ട് അവർ തീരുമാനമെടുത്തിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുക. അപ്പൊ ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേലിനെ പിന്നെ നന്മ പഠിപ്പിക്കാനും അതുപോലെ ഇസ്രായേലിനെ നിയമം പഠിപ്പിക്കാനും ഒക്കെ വരുന്ന സ്പെയിന് ഇപ്പോഴും സ്വന്തം കോളനി അതായത് പഴയ കാലത്ത് കീഴടക്കിയ ഒരു സ്ഥലമാണ് ഈ സിയൂട്ട. ആ സിയൂട്ടയുടെ നിയന്ത്രണം എന്തിനാണ് ഇപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഗാസയും പിന്നെ വെസ്റ്റ് ബാങ്കും ഒക്കെ ഞങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു, പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് അധിക്ഷേപിക്കുന്ന നിങ്ങള് ആദ്യം സിയൂട്ട മൊറോക്കോയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കുക. അത് മൊറോക്കോയ്ക്ക് വിട്ടുകൊടുത്തേച്ച് പിന്നെ ഞങ്ങളോട് ന്യായം പറയാൻ പാ എന്നുള്ള ഒരു നിലപാട് ഇസ്രായേലും സ്വീകരിച്ചു. സ്പെയിൻ തൽക്കാലത്തേക്ക് ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുകയാണ്. വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് സ്പെയിന്. എന്തായാലും യുക്തിപൂർവ്വം മറുപടി പറയാനുള്ള ഒരു പരിമിതി ഇപ്പോൾ സ്പെയിനുണ്ട്. കാരണം പഴയ കോളനികളിൽ ഒന്നിന് ഇതുവരെയും സിയൂട്ട എന്നത് ഒരു നഗരം മാത്രമാണ്, രാജ്യമൊന്നുമല്ല. പക്ഷെ ആ നഗരത്തിന് ഇതുവരെ സ്വാതന്ത്ര്യം കൊടുത്തില്ല. അതായത് കൂടുതൽ വാചകം അടിച്ചാൽ മറ്റ് സമ്മർദ്ദങ്ങൾ ഉണ്ടാവും ഈ സിയൂട്ടയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനും. അങ്ങനെ സിയൂട്ട സ്വതന്ത്രമായാൽ അത് ഉടനെ മൊറോക്കോയുടെ ഭാഗവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിൽ സ്പെയിൻ എത്തിയിരിക്കുകയാണ്. ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അമേരിക്കയിൽ ഇനി വരാനിരിക്കുന്ന ഇലക്ഷന്റെ ഒരു ആയുധമായിട്ട് ഇത് ഉപയോഗിക്കും. റിപ്പബ്ലിക്കൻ പാർട്ടി ചൂണ്ടിക്കാണിക്കും ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് പ്രവേശനം അനുവദിച്ചാൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ സ്പെയിനിൽ ഇപ്പൊ കണ്ടില്ലേ, വിപത്ത്. ആ വിപത്ത് നമുക്കും ഉണ്ടാകും. ആയിരക്കണക്കിന് ആൾക്കാർ മെക്സിക്കോയിൽ നിന്നും മറ്റ് ദക്ഷിണ ഒന്നാമത് ട്രംപ് ഈ കുടിയേറ്റക്കാരെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്ത ആളാണ് അല്ലേ സാർ? ഒന്നാമത് ട്രംപ് ഈ കുടിയേറ്റക്കാരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാത്ത. പറഞ്ഞോളൂ സാർ. അതായത് വരുന്ന ഇലക്ഷനിൽ ഈ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രചരണം നടത്താനുള്ള തീരുമാനം റിപ്പബ്ലിക്കൻ പാർട്ടി ഇപ്പോഴേ എടുത്തു കഴിഞ്ഞു. അതായത് ഇത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് അവിടെ വലിയൊരു കോൺട്രവേഴ്സിയാണ്, ഒരു വിവാദമാണ്. ആ വിവാദം വരുന്ന വർഷങ്ങളിൽ നിലനിൽക്കും. ഓരോരുത്തരും ഈ വിവാദത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഇത് ദുരുപയോഗം ചെയ്യും. അതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എന്തായാലും ശരി, ഇതിന് അത്ര പെട്ടെന്നൊരു ഒരു മറുപടി ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഇപ്പോ സ്പെയിൻ ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ കോടതി പറഞ്ഞത് സമുദ്രത്തില് അതിർത്തി വാളുകളൊന്നുമില്ല, അതിർത്തി മതിലൊന്നുമില്ലല്ലോ, വേലിയൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് സമുദ്രം കൃത്യമായിട്ട് അങ്ങനെ അടയാളപ്പെടുത്താത്ത സ്ഥിതിക്ക് അതിലൂടെ കയറി വരുന്നവരെ ചുമ്മാ അങ്ങ് തിരിച്ചു ഓടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ ബാരിയർ ഒമാൻ ഈ സ്പെയിനിന്റെ തീരത്തുള്ള സമുദ്രത്തിൽ സൃഷ്ടിക്കാനാണ് ഇപ്പൊ സ്പെയിൻ, അതായത് നമ്മുടെ ഒരു ബ്രേക്ക് വാട്ടർ പോലെ ഉള്ള ഒരു ബാരിയർ സൃഷ്ടിച്ചുകൊണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേലി ചാടി കടന്നു വരുന്നവനെ നമുക്ക് പുറത്താക്കാം. അപ്പൊ സ്വന്തം കോടതിയുടെ വിധിയെ മറികടക്കാൻ അങ്ങനൊരു ആശയവുമായിട്ടാണ് സ്പാനിഷ് ഭരണകൂടം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കൗശലപൂർവ്വമുള്ള നടപടികളിലൂടെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമവും കൂടുതൽ നിരീക്ഷണ വിമാനങ്ങളും നേവിയുടെ പ്രസൻസ് ശക്തമാക്കിയും സ്പെയിന് ഭാവിയിൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ, അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാവാതിരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നന്ദി. താങ്ക് യു സാർ.